kilometers from unique world record and Guinness World Record holder for world peace. ഇവിടത്തെ ഫുട്ബോൾ ആരാധകരെന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാ ബ്രസീൽ ഫാൻസും ഒരിക്കൽ കൂടി എല്ലാവരും മേക്ക് സം നോയ്സ് ഓൾ ബ്രസീൽ ഫാൻസ് അർജന്റീന ഫാൻസ് സൂപ്പർ ഇനി അവരുടെ CR7 പോർച്ചുഗൽ ഫാൻസ് ഇനി നമ്മുടെ പോർച്ചുഗൽ ഫാൻസ് എല്ലാവരും മേക്ക് സം നോയ്സ് സൂപ്പർ നിങ്ങളുടെ എനർജി ഒരു രക്ഷയിലാണോ കിട്ടിലാണ് നിങ്ങൾ ഓരോരുത്തരും അതാണ് നിങ്ങളുടെ അതേ ആവേശത്തിൽ തന്നെ ബോച്ചയുടെ ആവേശോജ്വലമായിട്ടുള്ള ഈ ഒരു യാത്ര നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഈ യാത്ര ഇപ്പോ ചേർത്തലയിലെ സെന്റ് മിക്കാൽസ് കോളേജിൽ എത്തി നിൽക്കുമ്പോൾ ഓരോ കോളേജുകളിലും വളരെ ഗംഭീരമായിട്ടുള്ള ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിന്റെ കാണാൻ വേണ്ടിയിട്ട് ഖത്തറിലേക്ക് പോകുമ്പോൾ ഈ ചെറിയൊരു യാത്രയല്ല, ഈ യാത്രയിൽ ബോച്ചയുടെ ഒപ്പം തന്നെ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം
മറഡോണയുടെ ഒരു ഗോൾഡൻ സ്റ്റാച്ചു ആണ് ഒപ്പം ഖത്തറിലേക്ക് ബോച്ചെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ഇന്ത്യൻസിന്റെ ഫുട്ബോൾ ആവേശം തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ മറഡോണയുടെ സ്വർണ്ണ ശില്പവുമായി ബോച്ചെ പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റനേകം പ്രത്യേകതകൾ ഈ കോളേജിൽ നിന്ന് ഓരോ കോളേജുകളിൽ എത്തുമ്പോഴും നമ്മൾ ഒരുപാട് കോൺടെസ്റ്റുകൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സെൽഫി കോൺടെസ്റ്റിലൂടെ നിങ്ങൾക്കൊരു ഗോൾഡൻ ഫുട്ബോളാണ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുക. സാധാരണ ഇത് കണ്ടോ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗോൾഡൻ ഫുട്ബോളാണ് ഇത്. സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന മെസ്സിയും നെയ്മറും ഒക്കെ പോലുള്ളവരാണ് ഈ ഒരു ഗോൾഡൻ ബോൾസ് സ്വന്തമാക്കുന്നത്. എന്നാലും നമ്മുടെ കോളേജിൽ ആർക്കെങ്കിലും ഈ ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് നിങ്ങളുടെ കിഡിലെ സെൽഫീസ് നമ്മുടെ മറഡോണയുടെ ഈ ഒരു ശില്പത്തിനൊപ്പം നിങ്ങൾ കിഡിലെ സെൽഫീസ് എടുത്തുകൊണ്ട് ബോച്ചയുടെ ഇൻസ്റ്റഗ്രാമിൽ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു സെൽഫിക്കായിരിക്കും നമ്മൾ ഈ ഗോൾഡൻ ഫുട്ബോൾ സമ്മാനമായിട്ട് ലഭിക്കുന്നത്. തീർന്നിട്ടില്ല. ഈ വേൾഡ് കപ്പ്, ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഖത്തറിൽ പോയി ഫൈനൽ കാണുവാനുള്ള ഒരവസരം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോ റീൽസിന്റെ കാലഘട്ടമാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ മൊത്തത്തിൽ ആംബിയൻസ് ഒപ്പം നമ്മുടെ സ്വർണ്ണ ശില്പങ്ങളും എല്ലാം നിങ്ങൾ നല്ല ഗംഭീരമായിട്ട് റീൽ ചെയ്ത് അതും ബോച്ചെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും സെലക്ടഡ് ആവുന്ന റീലിന്റെ വ്യക്തിക്ക് ലഭിക്കുന്നത് ഇത്തവണത്തെ ഖത്തർ വേൾഡ് കപ്പ് ഫൈനൽ ഖത്തറിൽ പോയി ആസ്വദിക്കാനുള്ള, ബോച്ചയോടൊപ്പം ആസ്വദിക്കാനുള്ള ഒരു സുവർണ അവസരം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റീൽസിന്റെ കഴിവുകൾ കൂടി ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പ്രകടമാക്കുക. എല്ലാത്തിനും ഉപരി നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യത്തെ ചവിട്ടുപടി കൂടിയാണ് ഈ ഒരു യാത്ര. അതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ക്യാമ്പസുകളിൽ നിന്നുമാണ് നമ്മൾ ഇതിന് തുടക്കം കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോ നമുക്കറിയാം പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ഒരുപാട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്റ്റാഫിനെ കൂടി ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ കണ്ടു കാണും, ഒരു മാസത്തോളം ഭാഗമായിട്ട് നമ്മള് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇവിടെ ലഹരി ഭീമനെ കത്തിച്ചത് നമ്മുടെ മന്ത്രി വന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ കുറെ പോസ്റ്റർ കാര്യങ്ങൾ, പിന്നെ ലഹരി വിരുദ്ധ റാലി, ക്യാമ്പസുകളിലെ ലഹരി വിരുദ്ധ സന്ദേശം പ്രവർത്തിക്കും. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ കോളേജിൽ ആരും വന്നേക്കാണ്, അതെ ബോച്ച് നമ്മുടെ കോളേജിലേക്കാണ്. നമ്മുടെ കോളേജിൽ വന്ന് നമ്മുടെ ലഹരിക്കെതിരെ നമ്മൾക്ക് ഫുട്ബോൾ ഗോൾ അടിച്ചുകൊണ്ട് ഫുട്ബോളാണ് നമ്മൾ ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോളേജിലെല്ലാം വലിയ ലഹരിയിൽ എത്തിക്കാനായിട്ട് ബോച്ചുകൊണ്ടെത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉണ്ട്. നമ്മൾ ഗോൾ അടിച്ച് കഴിയുമ്പോൾ അവിടെ പോയി സിഗ്നേച്ചർ നമ്മൾ ടൈപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ഇതിവിടെ ചെയ്യാൻ പോണത്. അപ്പം ഇവിടെ എത്തിച്ചേർന്ന ബോച്ചയ്ക്ക് എന്റെ പേരിലും എന്റെ കോളേജിന്റെ പേരിലും ഏറ്റവും വലിയ നല്ലതായിരിക്കും. ഹലോ സെന്റ് മൈക്കിൾ സുഖാണോ? നിങ്ങളൊക്കെ അടുത്ത് കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ യാത്ര തുടങ്ങാൻ ഒരു കാരണമുണ്ട്. ഇതൊരു കുറ്റബോധത്തിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഞാൻ ദുബായിലുള്ളപ്പോ എന്റെ ഏറ്റവും സ്നേഹിതനായ മർഡോണയ്ക്കൊപ്പം ഉള്ളപ്പോ ഞാനൊരു സ്വർണ്ണ ഫുട്ബോൾ സമ്മാനിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് വേണ്ട, എനിക്ക് വേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ ഞാനാക്കിയ എന്താണ് ബോച്ചയല്ല, ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വന്തം കൈ അല്ലെ, ആ സ്റ്റാച്ചു 5.5 അടിയിൽ സ്വർണത്തിൽ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പതുക്കെ സ്കൂട്ടായി, ചെലവുള്ള കാര്യമായതുകൊണ്ട്. കാരണം മറഡോണ ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുമെന്ന് വിചാരിച്ചിരുന്നോ നമ്മള്? മാത്രമല്ല, ഒരു ടൂർ മാത്രമല്ല, മറഡോണ ജീവിച്ചിരുന്ന സമയത്ത് സ്വയം പറഞ്ഞൊരു കാര്യമുണ്ട്, ഡ്രഗ്സ് എന്നെ നശിപ്പിച്ചു, എന്റെ ഫുട്ബോൾ ജീവിതം, എന്റെ സമ്പത്ത്, എന്റെ ആരോഗ്യം എല്ലാം നശിപ്പിച്ചു. തിരിച്ചറിഞ്ഞുകൊണ്ട് അവസാന നാളുകളിൽ കുറച്ച് വർഷങ്ങൾ അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്നില്ല, പകരം മദ്യം മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹം സ്വയം വെളിപ്പെടുത്തി, നമ്മുടെ ഫുട്ബോൾ രാജാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് എന്ത് വേണ്ട, ശക്തി കുറവാണല്ലോ, കുറച്ചേറെ പൊടി ഉണ്ടെന്ന് തോന്നുന്നു, അതിന്റെ വേണ്ടാന്ന് പറയുന്നു.
ശക്തമായിട്ട് പറയാൻ നമുക്ക് വേണോ? മറഡോണ പറഞ്ഞിരിക്കുന്നത് ഉപയോഗിച്ച അനുഭവമുള്ള ഇത്രയും വലിയ വ്യക്തി നശിച്ച് പോയതിന്റെ. പക്ഷെ മറഡോണ ആ ഒരു മെസ്സേജ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പില് വരണം, ഒരു ടീം ഇന്ത്യക്ക് ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടു. കാരണം നമ്മുടെ ജനസംഖ്യ എത്രയാണെന്നറിയോ? 140. ഇനി അത് നാളെ ന്യൂസ് കേട്ടു, കുറച്ചും കൂടെ കഴിഞ്ഞാൽ അത് നമ്മൾ നമ്പർ 1 ആവുന്ന. അപ്പോ നമ്മൾ കളിയിൽ മോശമല്ല, പക്ഷെ പ്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് ആ പ്രൊഡക്ഷൻ അധികം വേണ്ട. ഓക്കെ, അതുകൊണ്ട് ഇന്ത്യ വരണം. വേണ്ടേ? വേണ്ടേ? അത്ര എനർജി മതിയോ ഇന്ത്യക്ക്? വേണ്ടേ? ഇന്ത്യ വിൽ പ്ലേ നെക്സ്റ്റ് വേൾഡ് കപ്പ്. അതിന് നമുക്ക് അർജന്റീന തോറ്റെങ്കിലും തോൽവി വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണല്ലേ? അങ്ങനെയല്ലേ ഫാദർ എല്ലാവരും പഠിപ്പിക്കുന്നതല്ലേ? അങ്ങനെയല്ലേ? അതാണ് സമയം. അതൊരു അവസാനമല്ല. പക്ഷേ സൗദി വന്നതിലും നമുക്കൊരു സന്തോഷമുണ്ട്. എന്താ കാര്യം എന്നറിയാം? സൗദി ഏത് രാജ്യം? ഏഷ്യ. അപ്പൊ ഈ സാധനം അടുത്തടുത്തടുത്ത് വരുന്നുണ്ടല്ലേ? ഇത് യൂറോപ്യൻ കൺട്രീസിന് മാത്രമാണോ? ഇന്ത്യക്കും പറ്റും. നമ്മളും ചുണക്കുട്ടികളാണ്, നമ്മൾ പ്രൂവ് ചെയ്യും അത്. അതിനുവേണ്ടി ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഫുൾ സപ്പോർട്ട്. AFA വഴി, അർജന്റീന ഫുട്ബോൾ അക്കാദമി വഴി ഇന്റർനാഷണൽ ട്രെയിനേഴ്സിനെ സെലക്ടഡ് കലാലയങ്ങളിൽ ട്രെയിനിങ് കൊടുക്കാൻ അയക്കാമെന്നൊക്കെ ഏറ്റിരുന്നു. പക്ഷേ അത് ഇന്ത്യയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ എല്ലാ പ്ലാനും ഉണ്ടായിരുന്നു. നമ്മള് ബോച്ചെ ഫാൻസ് അത് സ്പിൻ ആൻഡ് വിന്നില് ഗെയിം കളിച്ച് 1 lakh നേടിയ ബിജു ജോൺ ഈ വേദിയിലേക്ക്. ഇവിടെ സോറി, ഇത് ആക്ച്വലി ഇവിടെ നടത്തുന്ന ഫംഗ്ഷനല്ല. എല്ലാ ആഴ്ചയും ബോച്ചെ ഫാൻസ് സ്പിന്നിങ്, ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ആപ്പ് ഉണ്ട്. സ്പിന്നിങ് ഓക്കെ. നിങ്ങളൊക്കെ ഡാൻസ് കളിക്കോ? നോക്കട്ടെ നിങ്ങളുടെ എനർജി. ചാടി കളിക്കോ? എന്തായാലും നമ്മള് ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഷൂട്ടൌട്ട് കോമ്പറ്റീഷൻ മറക്കണ്ട ആരും. ഇപ്പോ നമുക്ക് കോച്ചോടൊപ്പം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചൂടാക്കാം. അതിനുശേഷം നേരിട്ടെതിരായുള്ള ഷൂട്ടൌട്ട് കോമ്പറ്റീഷനിലും നിങ്ങൾ എല്ലാവരും ഭാഗമാകുക. ഷൂട്ടൌട്ടിന്റെ ഭാഗമായിട്ട് ഓരോ ഗോളിലും നിങ്ങൾക്ക് ഗോൾ അടിക്കുന്ന വ്യക്തികൾക്ക് ഓരോ ടീഷർട്ടും സമ്മാനമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത്